ഇത്ര അധികം ആളുകൾ നേരത്തെ തന്നെ രാമനെ കാണാൻ തടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മളിവിടെ വന്നപ്പോൾ തന്നെ കണ്ടു. ഏകദേശം 7 മണി മുതലാണ് ആളുകൾ രാമനെ കാണാൻ വേണ്ടി ഇവിടെ തടിച്ചു വന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. കണ്ടോ എത്ര പേരാണെന്നറിയോ നെയ്തിലക്കാവിൻ്റെ മുന്നിൽ രാമനെ കാണാനായിട്ട് നിൽക്കുന്നത്. ഈ നെയ്തിലക്കാവ് ഭഗവതിയുടെ പ്രഭ കൂടുകയാണ്. രാമൻ്റെ മുകളിൽ കയറുമ്പോൾ ആ ഒരു ചൈതന്യവും ആ ഒരു ഭംഗിയും ആ ഒരു പൂരത്തിൻ്റെ മനോഹാരിതയൊക്കെ കൂടുകയാണ്. നമ്മൾ ആനകളുടെയും മേളങ്ങളുടെയും ഒക്കെ ഉത്സവമാണല്ലോ ഈ പൂരം. അപ്പോൾ ഈ പൂരത്തിൽ ആനകളിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരു വീരൻ അങ്ങനെ തന്നെ രാമനെ പറയേണ്ടി വരും. കാരണം അത്രയധികം ആളുകളാണ് രാമനെ കാണാൻ നിൽക്കുന്നത്. അത്രയധികം പേർക്ക് രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമ എന്ന് ജപിക്കുന്ന പോലെ തന്നെയാണ്. ഈ രാമനെ കാണുമ്പോൾ അത്രയധികം സന്തോഷമാണ്. ചേട്ടാ രാമനെ കാണാൻ വേണ്ടി വന്നതാണ്? അതെ, തീർച്ചയായിട്ടും രാമനെ കാണാൻ വേണ്ടി 7 മണി തൊട്ട് വെയിറ്റ് ചെയ്യാണ്. അതെ, അവസാനം എത്തി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കണേ. ഫോണിലൊക്കെ എടുക്കാണല്ലേ? അതെ, ഫോണിലും എടുക്കണം. പിന്നെ രാമന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭംഗിയുള്ള തോന്നുന്നത് മുൻഭാഗം കാണുമ്പോൾ? ഇല്ല, മുൻഭാഗം കാണുമ്പോൾ അത് അവിടുത്തെ തെക്കേ ഗോപുരം തള്ളി തുറന്ന് വരുന്ന സീനുണ്ടല്ലോ, അത് മറക്കാൻ പറ്റില്ല. അത് ഒരു വല്ലാത്ത കാഴ്ചയാണല്ലേ? വല്ലാത്ത കാഴ്ചയാണ്. അതാണ് ഈ പറയുന്ന ഇങ്ങനെ രാമന്റെ ചില സീനുകളുണ്ട് ഇങ്ങനെയുള്ളത്. ഒന്ന് ഈ പറയുന്ന പോലെ തെക്കേ ഗോപുരം അവിടെ തള്ളി തുറന്നു വരിക. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ നെയ്തിലക്കാവ് ഭഗവതിയുടെ മുൻവശത്തോടു കൂടി തിടമ്പേറ്റിയിട്ട് രാമനിങ്ങനെ ഒരു വരവ് വരും. അപ്പോൾ ചുറ്റും നിന്നും മിക്കവാറും പുഷ്പവൃഷ്ടിയും ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞ തവണത്തെ പൂരത്തിന് ഞാൻ തന്നെയായിരുന്നു രാമൻ്റെ ഒപ്പം നിന്നാണ് പൂരനഗരിയിലേക്ക് വന്നത്. അപ്പോൾ കണ്ട കാഴ്ചയാണ്. അങ്ങനെ അധികം പൂക്കളൊക്കെ വെതറി ആളുകളിങ്ങനെ രാമനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ഈ രാമനെ വരവേൽക്കുക. അപ്പോൾ രാമൻ്റെ ഒരു വരവ് എന്ന് പറയുന്നത് ഇത് രാജകീയ വരവാണ്. പൂരത്തിനുള്ളൊരു രാജാവിൻ്റെ പോലെ തന്നെ പട്ടാഭിഷേകത്തിന് ശ്രീരാമൻ വരുന്നത് പോലെയൊക്കെ തന്നെയാണ് ഈ രാമൻ പൂര നഗരിയിലേക്ക് വരിക. അത്രയധികം ആളുകളും പുഷ്പവൃഷ്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളത് കണ്ടതാണ്. ഈ നെയ്തിലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയിട്ട് ഇതിൻ്റെ മുന്നിൽ നിന്ന് രാമൻ വന്നപ്പോൾ പുഷ്പവൃഷ്ടിയിൽ ആളുകൾ രാമനെ സ്വീകരിക്കുന്നതൊക്കെ കണ്ടാണ്. ഇത്തവണ നമുക്ക് ആ കാഴ്ചകൾ കാണാം. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ രാമൻ ഒരുങ്ങും. നെയ്തിലക്കാവിലേക്ക് കയറി രാമൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കാണുന്നത് ഇതുവരെ കണ്ടത് അല്ല, അതിനപ്പുറത്തേക്ക് രാമൻ്റെ അത്രയധികം ആളുകൾ രാമനെ കാണാൻ വേണ്ടി വന്നിട്ട് രാമനെ സ്വീകരിക്കുന്നതും ആളുകൾ കൂടുന്നതും തൃശ്ശൂർ റൗണ്ടിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് ആളുകൾ കൂടി വലിയൊരു ജനസാഗരം തന്നെ ആകുന്നതൊക്കെ നമുക്ക് കാണാം. തൃശ്ശൂർ പൂരത്തിൻ്റെ മേനി കൂട്ടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് രാമൻ. നെയ്തിലക്കാവ് ഭഗവതിയുടെ തിടം പേറ്റുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അതിലൂടെ ആ ഒരു തിടം പേറ്റി വരുന്ന രാമൻ എന്ന് പറയുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ചേട്ടാ നിങ്ങളൊക്കെ രാമനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു? തീർച്ചയായിട്ടും. എവിടെ നിന്നാണ് വരുന്നത്? എറണാകുളത്ത് നിന്ന് വരെയാണ്. ഇപ്പോൾ പൂരത്തിന് അവിടുന്ന് പോയത് തൃശ്ശൂർ റൗണ്ടിൽ കയറിയോ? അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. രാമനെ കാണാൻ വേണ്ടിയാണോ രാവിലെ എത്ര നേരം വെയിറ്റ് ചെയ്ത്? 7:00 വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് രാമനെ? ആദ്യമായിട്ടാണോ കാണുന്നത്? ആദ്യമായിട്ട് കാണുന്നത്. എങ്ങനെയുണ്ട് ആദ്യമായിട്ട് കണ്ടപ്പോൾ? എങ്ങനെയുണ്ട് രാമൻ? എന്താ തോന്നിയത്? സൂപ്പറാണ്. എറണാകുളത്ത് നിന്ന് ഇരുന്നാട്ടോ ഈ ചേട്ടൻ വന്നത്. ഈ ചേട്ടൻ രാമനെ കാണാൻ വേണ്ടി വന്നതാണ്. തൃശ്ശൂർ റൗണ്ടിൽ കയറി ജസ്റ്റ് ഇവിടേക്ക് എത്തി. 7 മണിയായപ്പോഴേക്കും ഇവിടെ എത്തി രാമനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് രാമൻ എന്ന് പറയുന്നത്. ഈ തൃശ്ശൂരുകാർക്കെന്ന് മാത്രമല്ല, കേരളത്തിന് ഉള്ളവർക്ക് മുഴുവൻ, കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവർക്ക് അങ്ങനെയൊക്കെ തന്നെ എല്ലാവർക്കും വലിയൊരു വികാരമാണ്. കാരണം അതിൻ്റെ ആ ഭംഗി തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെ രാമനെ കാണാനായിട്ടുള്ള ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. അതിനെ നിയന്ത്രിക്കാനുള്ള ആളുകളുണ്ട്. അങ്ങനെ രാമൻ ഇപ്പോൾ നെയ്തിലക്കാവ് ഭഗവതിയുടെ മുന്നിലേക്ക് വരികയാണ്. രാമനൊരു വീരൻ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റും രാമൻ ഒരു വീരൻ പൂരത്തിനഴകാണു രാമൻ. രാമ എന്ന വിളികൾ കേൾക്കാനുള്ള കാത്തിരിപ്പാണ്. നെയ്തലക്കാവിലമ്മ വരുമ്പോൾ എല്ലാവരും രാമ രാമ എന്നൊരൊറ്റ വിളി ഇവിടെ കേൾക്കാറുള്ളൂ. അത് കഴിഞ്ഞ വട്ടം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. നമുക്കൊരു ഇടവേള കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചാലക്കുടിക്കാരനൊരു മുത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ സജീവമായി കാത്തിരിക്കുകയാണ് രാമനെയും ഈ പൂരത്തിൻ്റെ ആരവങ്ങളെയും എല്ലാം. ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ വരാം.